ഇപ്പം ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോവാം. 1.5 മണിക്കൂർ ജീപ്പ് വെയിറ്റ് ചെയ്തു. ഹലോ ഗൈസ്, അവിടെ ഉണ്ട് ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വച്ച് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ലിപ് ടിൻ്റൊക്കെ ഇട്ട് ഒരുപാട് ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കണം ഓ രക്തയോട്ടം കാരണം ഇരിക്കാൻ വയ്യെന്ന്. സോ ഗൈസ്, നമ്മളിന്ന് എവിടെ പോവാണ്? ട്രക്കിങ്. യെസ്, അങ്ങനെ ഞങ്ങൾ കൊടജാദ്രിയിൽ ട്രക്കിങ്ങിന് പോവാണ്. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് മൂകാംബികയോടെ എത്തി. എന്നിട്ട് ഇന്നലെ വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങളൊരു 5 മണിയായപ്പോഴേ കയറി കിടന്ന് ഉറങ്ങി. ഉറങ്ങിയിട്ടപ്പോൾ തുര വിളിച്ചേക്കാണ്. പറയാൻ മറന്നുപോയി ഉറങ്ങുമെന്നുള്ള കാര്യം. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഉറക്കം എണീറ്റ് ഒരു 3 മണിയായപ്പോൾ ഞാൻ എണീറ്റേ. അപ്പം 4 മണിക്ക് എണീറ്റു. ശേഷം ഞാൻ 3 മണിക്ക് എണീറ്റു. എന്നാൽ ഞാൻ 5 മണിക്ക് ഉറങ്ങി. എന്നിട്ട് ഇപ്പം ഞങ്ങളിതാ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞങ്ങളെ ഇതൊരു ക്രിസ്റ്റഫർ, മറ്റേ രാക്ഷസ സിനിമയിലെ ക്രിസ്റ്റഫറിനെ പോലെ ഇങ്ങനെ സൺഗ്ലാസ് മാറ്റ്. അതാണ് ഞാൻ നോക്കിയിട്ടത്. പിന്നെ 5 മണി, നല്ല മഴയും ഒക്കെ ഉണ്ട്. നല്ല മീൻസ് തൂറ്റലുണ്ട്, ചാറ്റലുണ്ട്. നമ്മളുടെ മഴ തൂറ്റൽ എന്നൊക്കെ പറയാറുണ്ട്. സോ ഇപ്പം ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ട്രക്കിങ്ങിന് ജീപ്പ് എടുക്കണം. ജീപ്പ് സ്റ്റാൻഡിലാണ് പോണത്. ജീപ്പ് സ്റ്റാൻഡിൽ പോവാണ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ട്, ഒരു 100 മീറ്റർ നടക്കാറുണ്ട് നമ്മൾ നിൽക്കുന്നിടത്ത്. ഈ മഴയത്ത് ട്രക്കിംഗ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ട്രക്കിംഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വ്ലോഗ് ഇവിടെ വെച്ച് തരുന്നതാണ്. ട്രക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ പോവും. ഇല്ലെങ്കിൽ അപ്പോൾ എൻ്റെ അടുത്ത് നമുക്കൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാം. എങ്കിൽ ഇപ്പം ഞാൻ ബന്ധം വേർപെടുത്തി ഞാൻ റൂമിൽ പോയിരിക്കും. എനിക്ക് വേയ ഇതുണ്ട ഫുള്ള് ഇരുട്ടും. ഞങ്ങളിവിടെ ഒരു പുഴ കാണിച്ചു തരാം. വന്ന് ഗൈസ്, ഈ പുഴ ഉണ്ടാ ഒഴുകുകയാണ്. ഈ പുഴ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല ഒഴുക്കുണ്ട്. അണ്ട ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് അമ്പലം. നേരെ ചെന്ന് കയറണം അമ്പലത്തിൽ തന്നെ. നേരെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വൈറ്റ് കാറ് കിടക്കണണ്ട, ആ വൈറ്റ് കാറ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് അമ്പലവും. ഓക്കെ, ഇത് നമുക്ക് നേരെ നമ്മളെങ്ങോട്ട് വേണം? ജീപ്പ് സ്റ്റേഷനിൽ. നല്ല മഴയുണ്ട്. പോണടാ, പോവാൻ എനിക്ക് തോന്നല്ല അവർ പോകുമെന്ന്. ഇങ്ങനെ ഈ മഴയാണെന്നുണ്ടെങ്കിൽ. അയ്യോ, ഓക്കെ ഗൈസ്, നല്ല മഴ. എൻ്റെ ക്യാമറയൊക്കെ നനയും. നമ്മൾ അങ്ങോട്ട് ചെല്ലട്ടെ. ജീപ്പ് സ്റ്റാൻഡും തപ്പിയിറങ്ങിയാണ്. ഏതൊരു പാവപ്പെട്ട ചേട്ടൻ ഇന്നാണ്ട വന്നതേ ഉള്ളൂ. ഇവിടെ നിന്നാണ്ട വീട്ടിൽ നിന്നാണ്ട് ഇന്നിവിടെ വന്നതേ ഉള്ളൂ. ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം, അണ്ണാ എൻ്റെ ജീപ്പ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ആ ചേട്ടൻ എന്തിനാ ഗുഡുന്നുണ്ട പറഞ്ഞപ്പോൾ അവോയ്ഡ് ചെയ്തു. നിന്നെ കണ്ടിട്ട് ഒരു ഗുഡുവിനെ പോലെ പറഞ്ഞു. ഗുഡുവിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞൂടെ. അവിടെ നിൽക്കണ ചേട്ടൻ. ഓക്കെ, നല്ല മഴയും തണുപ്പും നല്ലപോലെ കിടന്നുറങ്ങാനാണ് അയാളൊരു ഗുഡു. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാം, നീ ഇപ്പോൾ അന്വേഷിച്ചിട്ട് വരണം. അതാണ് ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എവിടെ ഗുഡു? വർക്ക്ഷോപ്പാ? ഇല്ല, അതിന് ചോദിക്കേ. ആണ്ട് ഈ വണ്ടിയിലൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഗുഡു എന്ന് ചോദിച്ചേ. ട്രാൻസ്ലേറ്റർ ഇട്. ഈ പെരുമഴയത്ത് തൻ്റെ ഒരു ട്രക്കിങ് ആടാ അങ്ങോട്ട്. എൻ്റെ എല്ലാവരും തണുത്ത് വിറച്ചിരിക്കണം, പോയി കിടന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞ്. എന്താ ചെയ്യാ, പെരുമഴയത്ത് അങ്ങോട്ട്. അത് ഔട്ട്ഫിറ്റാണ് സെറ്റ്, പക്ക ഔട്ട്ഫിറ്റൊക്കെ ഇട്ട്. ഓക്കെ, നമ്മൾ ജീപ്പ് സ്റ്റാൻഡ് അന്വേഷിച്ച് പോകണതാണ്. അതിൻ്റെ ഞങ്ങൾ റോഡ് കാണിച്ചു തരാം. ഇവിടെ ഒരു മനുഷ്യരില്ല. ഇയാളെയും വിശ്വസിച്ചാണ് ഞാൻ പോണത്. അല്ല, ഗൈസ് ഞാൻ പറയാൻ മറന്നു. സോ ഗൈസ്, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ഞാൻ ട്യൂഷൻ ഇവിടെ കോളേജിൽ നിന്ന് ഞങ്ങൾ ടൂറ് വന്നത് ഇവിടെയാണ്. എല്ലാവരും ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ ടൂർ പോയപ്പോഴത്തേക്കും ഞങ്ങൾ വന്നത് മൂകാംബിക, മുരുടേശ്വർ, ഇവിടെയൊക്കെയാണ് ഞങ്ങൾ ട്രിപ്പ് വന്നത്. അപ്പോൾ ഇവിടെയാണ് വന്നത്. അപ്പം ഞാൻ മൂകാംബികയിൽ വന്നത്. അന്ന് എനിക്ക് മൂകാംബിക ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്ന എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഗൈസ്. കാരണം ഞാൻ അന്ന് ആ സമയത്ത് പൊട്ടക്കിണറ്റുള്ള തവളയായിരുന്നു, എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മൂകാംബിക ഉണ്ടെന്ന
ഒരടി ഇതോടെ കണപ്പുട്ട ജീപ്പ്. ആദ്യം എടുത്ത് ചോദിക്കൊക്കെ ഈ മഴയിൽ ട്രക്കിങ് പറ്റുമെന്ന്. ചോദിച്ചാൽ ചെറിയൊരു ചാറ്റലേ ഉള്ളൂ. ഇന്നലെയും ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നല്ലേ. അന്ന് ഞാനും ഗോപിയും കൂടെ ഞങ്ങൾ മൂകാംബികയിൽ രാവിലെ എണീറ്റ് തൊഴുത് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് തൊഴുതിട്ടിട്ട് ഞങ്ങൾ നേരെ ട്രക്കിങ്ങിന് പോയി ഞങ്ങളെല്ലാവരും കൂടെ. പക്ഷെ അത് ഭയങ്കര സൂപ്പറായിരുന്നു ഗൈസ്. ഞങ്ങളെ പോയടുത്ത് തന്നെ തിരിച്ചെത്തി. ഞാനിവിടെ ഒരു സ്ഥലത്ത് നിൽക്കണം. അവിടെ നിന്നൊരു മാം പറഞ്ഞ് ഇവിടെ നിന്നാൽ മതിയെന്ന്. പക്ഷെ ഇവിടെ ജീപ്പൊന്നും ഇല്ലല്ലോ. നമുക്ക് ജംഗ്ഷനിലോട്ട് പോയാലോ? ജംഗ്ഷൻ മീൻസ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട്. അല്ല ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ കണ്ട ജീപ്പൊന്നുമില്ല. പിന്നെ എനിക്കങ്ങനെ നേരം വെളുത്തിട്ടാണെന്ന് തോന്നുന്നു. ഞാനല്ല പറഞ്ഞു, നിൻ്റെ അടുത്ത് ഏതാ ചേച്ചിയാണ് പറഞ്ഞത്. നമുക്ക് ആർക്കും ചോദിക്കാം. തെലുങ്കല്ലേ കന്നഡയല്ലേ പറയണ? പക്ഷെ എല്ലാം മിക്സ് ചെയ്തൊക്കെ പറയണം. ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അല്ല അവർക്ക് എല്ലാ ഭാഷ അറിയാലോ. ഇവിടെ എല്ലാരും വരെയല്ലേ. അപ്പൊ പിന്നെ മലയാളത്തിൽ ചോദിക്കുന്നത്? ഞാൻ മലയാളത്തിൽ ചോദിച്ചത്. പക്ഷേ തന്റെ മലയാളം ഞാൻ മനസ്സിലായില്ല. അങ്ങനെ പറ. ഓക്കെ, നമുക്ക് ഇനി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാം. അപ്പോഴത്തേക്കെങ്കിലും വല്ലതും ഇതാവുമെന്ന് അറിയട്ടെ. ഗൈസ്, നമുക്ക് ഫൈനലി ജീപ്പ് കിട്ടിയേ. നമ്മുടെ ഗ്രൂപ്പ് ട്രിപ്പാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് ബാക്കിൽ. ടോട്ടൽ 8 പേര്. നല്ല മഴ. ഇങ്ങോട്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു. അഡ്വഞ്ചർ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യണവർക്ക് പറ്റിയ ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. എന്തായാലും പറക്കണ ഇവിടെ നല്ല മഴയാണ്. നമ്മൾ റെയിൻ കോട്ട് വാങ്ങാൻ പോണത്. നല്ല മഴ. ആൻഡ് സംഭവം എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ അവിടെ നിന്ന് ജീപ്പിൽ കയറും. 6 മണി മുതലാണ് ജീപ്പ്. ഒരാൾക്ക് 570 രൂപയാണ് റേറ്റ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കയ്യിൽ ക്യാഷ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ജീപ്പിൽ കയറി നെട്ടൂരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ എത്തും. ഇവിടെ കയറി നിങ്ങൾക്ക് വെള്ളം, റെയിൻ കോട്ടൊക്കെ വാങ്ങാം. ഫോൺ ഞങ്ങൾ തന്നു ഇല്ലേ? റൈസിൻ്റെ ഫോൺ കാണാനില്ല. ഫോണ് വെളി അതാ അടക്കണു. എനിക്ക് ചായ ചമ്മച്ചു. അപ്പം ഇതാ റെയിൻ കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇങ്ങോട്ട് പറഞ്ഞായിരിക്കും 2 തവണ ഇങ്ങനെ അമ്മ വിചാരിച്ചു. അപ്പോൾ ഇതാ റെയിൻ കോട്ടൊക്കെ വാങ്ങിച്ചിട്ട് വരാം. കാണിച്ചു തരാം. ക്യാഷ് വാങ്ങിച്ചാ? ഗൈസ്, രാവിലെ നല്ല പൊട്ടം വെയിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫുൾ സ്ലീവ് ഷർട്ട് ഇതൊക്കെ ഇട്ട് വെയിലടിക്കാതിരിക്കും. മാതിരി മഴയാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് സാധാ ടീഷർട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ അടിയിലൊരു ഷോർട്ട്സ് ഇട്ട് ഒരു റെയിൻ കോട്ട് മാത്രമേ ഇടുമായിരുന്നു. വെയിലെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഔട്ട്ഫിറ്റ് ഇട്ട് ഇറങ്ങിയത്. പിന്നെ വെയിലാണെങ്കിലും മഴയാണ് ഗൈസ്. എനിക്ക് തണുപ്പാണ് എപ്പോഴും. ഇപ്പോഴും ഭയങ്കര തണുപ്പ്, നല്ല മഴ. നിങ്ങൾക്കറിയാം എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റും ഗൈസ്. ഇതൊന്ന് തുറക്കും. ഞാൻ നല്ല വെയിലാണെന്ന് പറഞ്ഞ് ഒരൊറ്റ സാധനം എടുത്തുള്ളൂ, സൺസ്ക്രീൻ മിസ്റ്റ്. ഇത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇത് അപ്പു എടുത്തേട്ടാ. മിസ്റ്റ് ഇല്ലായിരുന്നു നിൻ്റെ കയ്യില്? ഓക്കെ. അയ്യോ, നമ്മൾ കണ്ടോ, ഞാൻ എന്താ ഈ സോളാർ എക്ലിപ്സിൻ്റെ മിസ്റ്റ്. കിടിലായിരുന്നു കേട്ടോ ഇങ്ങോട്ടുള്ള യാത്ര. പേടിക്കാനും ഉണ്ട്, നമ്മൾ കുറച്ചൊക്കെ പേടിക്കാനും. കുറച്ചധികം. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അതായത് 3 വണ്ടി നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു, ഒരു ബസ് അതിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഈ ജീപ്പും ആ ബസ്സൂടെ ഇങ്ങനെ. അപ്പം സാധാരണ ഞാൻ ഇങ്ങനെ അപ്പു ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ. മറ്റേ ഞാൻ എങ്ങനെ അറിയാം, സൗണ്ടില്ല. സൗണ്ടൊന്നും വരാൻ എനിക്ക് പറ്റില്ല. പണ്ടത്തെ ജീപ്പാണ്.
ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. ഞാൻ കോളേജിൽ പോയ സമയത്ത് നിട്ടൂരെന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി ആ ഫോട്ടോ പറ്റുമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാമേ. നമ്മളെല്ലാവരും കൂടെ ജീപ്പിൻ്റെ മുകളിൽ കയറിയൊന്ന് ഫോട്ടോയൊക്കെ എടുത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചോടെ പോക്ക്? എന്തെങ്കിലും വാങ്ങിച്ചോടെ നോക്ക്. ബന്നല്ലോ ചെല്ലോ തന്നെ. ഇനി ഈ നെട്ടൂരിൽ നിന്നാണ് നമ്മുടെ അഡ്വഞ്ചറസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ കൂച്ച് നടക്കിങ് സ്റ്റാർട്ട് ചെയ്യണേ. നാഞ്ചന സ്റ്റാർട്ട് ചെയ്യണം. സോ ഗായ്സ്, ഫൈനലി ഒരു വലിയ ബഹളത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി. ഭയങ്കര തണുപ്പ് മാത്രമല്ല, ഒടുക്കത്ത കാറ്റും. മഴയത്ത് പറ്റിയ ഔട്ട്ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ്, ഒരു ചെറിയൊരു ടീഷർട്ട്, പിന്നെ ഒരു റെയിൻ കോട്ട്, ഇത്രയും മതിയാണ്. ഇതിപ്പോ എന്തൊരു കുഴപ്പം? അല്ല, മഴയത്ത് ഇത് ഓക്കെ അല്ലേ? ഞാൻ ഷൂ ഒക്കെ ഇട്ടാണ് വന്നത്. കാരണം എനിക്ക് പൊന്നി കഴിച്ചത് സൂപ്പർ. അമ്മ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ജീപ്പ് വെയിറ്റ് ചെയ്യും. അമ്മ അപ്പൊ എനിക്ക് സംസാരിക്കാൻ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂറേ തരുള്ളൂ. അതിൽ കൂടുതലായ വെയിറ്റിംഗ് ചാർജ് കാണും. എനിക്ക് ചെറിയ ഒരു കുഞ്ഞിപ്പുഴ. നോക്കാം, അങ്ങോട്ട് കയറിയിട്ട് കാണാം. എല്ലാം ഭയങ്കര തണുപ്പ്. എൻ്റെ പൊന്നു കഴിച്ച് എനിക്ക് പറ്റിയ എന്നെ കൂടെ പറ്റണില്ലേന്ന്. ഇത് കണ്ടാക്കോളാം. അതിൻ്റെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടേ. പക്ഷെ ഇത് ബെസ്റ്റ് ക്ലൈമറ്റ് കേട്ടാ. അന്ന് ഞാൻ വന്ന സമയത്ത് ഇവിടെ കൊട്ട വെയിലായിരുന്നു. അതായത് ഇപ്പോൾ 6 വർഷം മുമ്പ്. ഇല്ല, എൻ്റെ ചെവി ഭയങ്കര വേദന. അവിടുത്തെ എനിക്ക് ശ്വാസം മുട്ടണ വേറെ അറിയുക. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഹെൽത്തി അല്ലാന്ന്. അയ്യോ, ഞാൻ ഭയങ്കര പക്ക സൂപ്പറായിട്ട് ചെവിയിൽ കാറ്റൊന്നും കയറാതെ ഇതൊക്കെ ഒതുക്കി വെച്ചത്. ചെവിയിലെ കാറ്റാണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി വേനെടുക്കുന്ന കാറ്റല്ല, പ്രഷർ ഉണ്ടായിരിക്കും. തിരിച്ചു പോണോ? ഈ സ്ഥലത്ത് നിങ്ങൾ എന്തായാലും ഒരു അണയിലും വരണേ. ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ വരണ്ട. എനിക്ക് ചെവി ഞാൻ എടുത്തിട്ട് വയ്യ. നിങ്ങൾക്കറിയാം, എൻ്റെ ഫോണിൻ്റെ ബാക്കിലൊരു ഗസ്റ്റ് ഇരിപ്പുണ്ട്. ക്യാമറ തൊട്ടടുത്തൊരു കുളയിട്ട പൈസ. എനിക്ക് ഇങ്ങനെ പറയുന്നതിൻ്റെ ഭംഗി നോക്ക്, എന്ത് ഭംഗിയോ. ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമല്ലോ, ഇങ്ങനെ ഡ്രീമായിട്ട് തോന്നുന്നു. ഭയങ്കര ക്ലൗഡി, ഭയങ്കര സൂപ്പറല്ലേ.
പറയാതിരിക്കും, അതിനൊക്കെ എനിക്ക് നല്ല വിശപ്പും എൻ്റെ എനർജി എല്ലാം ഞാൻ നടന്ന് കയറി തീർത്ത്. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുള്ളതൊക്കെ പറയാതിരിക്കാണെങ്കിൽ ചത്ത് ഞാൻ അപ്പോഴെപ്പോയില്ല, ക്ഷണം കൊണ്ടൊട്ടും പറ്റിയില്ല. എനിക്ക് ശ്വാസം മുട്ടലാണ്ടെന്നാണ്. അത് കുറേ ദിവസമായില്ലേ നടന്നിട്ടൊക്കെ, അതുകൊണ്ടായിരിക്കും. അലർജി കൂടെ ഉള്ളതുകൊണ്ടാണോ എന്തോ. കുഴപ്പമില്ല, ഇവിടെ നിന്ന് കയറിയിട്ട് അപ്പോൾ നോക്ക് സൂപ്പറല്ലേ. വരണ വഴിക്ക് കുറേ ലാവണ്ടത്തുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായിരുന്നേ. നമുക്ക് അങ്ങ് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഞാൻ എൻജോയ് ചെയ്തു. സൂപ്പറായത്. നടന്ന വഴികളും വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, സൈഡിൽ കുറേ ചെറിയ ചെറിയ പൂക്കൾ, പിന്നെ കാറ്റ്, കോട, ഭയങ്കര കാറ്റും കോട. നമുക്ക് നമ്മുടെ സാർവത്രികത്തിലെത്തി എന്തിന് നമുക്ക് കുറച്ച് നേരം അവിടെ മെഡിറ്റേഷൻ ചെയ്യാം. നല്ല കോടയും കാറ്റും കൊളയട്ടയും, പറക്കലോട് പറക്കൽ, ഇത് തന്നെ ജോലി. കൊളയട്ട പറക്കുക, കളയുക, എടുക്കുക, കളയുക. ഉള്ളുപ്പിൻ്റെ കാലിൽ കഴിഞ്ഞ പ്രാവശ്യം പൊന്മുടി പോയി കടിച്ച് അതിനെ തനിയെ ഇറങ്ങി പോകണത് അങ്ങനെ തന്നെ ചെയ്യണ. അതിനെ പിടിച്ച് വലിച്ച് എൻ്റെ കാല് അടന്ന് ചൊറിച്ച് എൻ്റെ കാല് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു വലിയ പാടായിട്ടിരിക്കണം എൻ്റെ കാല്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ വന്നിരുന്നാണ് ശങ്കരാചാര്യ ദേവിയെ ധ്യാനം ചെയ്ത് ഇവിടെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തതെന്നാണ് പറയണത്. ഗൈസ്, നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴ വെച്ചാൽ നല്ല മഴ, കോട, നിങ്ങൾക്ക് വഴി കാണാൻ വയ്യ. ഇത് ഇവിടെ സർവ്വത്തിൽ കാണാനേ വരുന്നു. അവസാനം എന്താ ഞങ്ങൾ പകുതി എത്തിയിട്ട് അപ്പോൾ എൻ്റെ ചോദിച്ചു ഭയങ്കര നമുക്ക് പോവാം, നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണ്, എനിക്ക് എടുക്കാനേ പറ്റില്ലായിരുന്നു ശ്വാസം. എനിക്ക് അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ അടുത്ത് ഒന്ന് പോവാന്ന്. പക്ഷേ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട് ബാക്കിൽ ഇപ്പം എന്താ കാണാൻ പറ്റുന്നത്, അതാണ് സർവജ്ഞ പീഠം. പീഠം നോക്കി നമുക്ക് പോവാം. ഞങ്ങൾക്ക് 9:30 നമ്മളെ വണ്ടി അവിടെ ഇട്ടേക്കണം, അവിടെ എത്തണം. അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് അവർ വാങ്ങും. നടക്കാൻ വയ്യ, കുളയട്ട. അതും ഈ നമ്മളിത് കാലിൽ മാത്രമേ കയറുള്ളൂന്നല്ലേ, അല്ല നമ്മൾ ഇത് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും കുളയുണ്ട്. ഇവിടെയൊക്കെ ഈ ജാക്കറ്റിലൊക്കെ ഈ റെയിൻ കോട്ടിലൊക്കെ കുളയട്ട. സോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഒരു ഇത് ഞാൻ പറയാം, നിങ്ങൾ ഒരു ചെവിയിൽ വയ്ക്കണ ഇതുകൂടെ കൊണ്ടുവരണം. ഈ ഒരു സമയത്തൊക്കെയാണ് വരണേന്നുണ്ടെങ്കിൽ, കാരണം ഇത് തണുപ്പ് കയറിയിട്ട് എനിക്ക് തണുപ്പ് പറ്റുന്നുണ്ട് ഇവിടെ അത്രയും. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്, എനിക്കത് ഇതായി അഡാപ്റ്റ് ചെയ്ത് ബോഡി, അപ്പോൾ ഇത് കുഴപ്പമില്ല. ഞാനൊരു കൊളയാട്ടിയെ വിഴുങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് തൊണ്ട ഒരുമാതിരി അങ്ങനെയൊക്കെ സംഭവിക്കുമോ? നമ്മളാ അല്ല, എനിക്ക് തൊണ്ട ഒരുമാതിരി എന്തായാലും ഒരു സാധനം വിഴുങ്ങിയാണ് തന്നെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇഷ്ടം പോലെ ഞാൻ പണ്ട് കോളേജിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് ഇത് എനിക്ക് മഴയില്ല. ഞങ്ങളൊരു ഫെബ്രുവരി മാസത്തിലാണ് വന്നത്, 2021 ഫെബ്രുവരി മാസത്തിലാകുമ്പോ എന്താ ഞങ്ങൾ ഈ അക്രമപതാക ഞങ്ങൾ 2021 വന്നത്. അന്ന് ആ സമയത്ത് നിനക്ക് വെള്ളമില്ല, ഫെബ്രുവരിയിലല്ലേ, ഒരു തണുപ്പ് നേരിയ കാറ്റും നല്ല വെയിൽ, അപ്പോൾ സൂപ്പറാണ്. പക്ഷേ ഇപ്പം മഴയും ഈ തണുപ്പൂടായപ്പോൾ ചെവിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് തണുപ്പ് ഒട്ടും പറ്റാത്ത ആളാണ്. ഇന്നലെയൊക്കെ ഞങ്ങൾ കിടന്നത് ഫാൻ ഇട്ടിട്ടില്ല, AC ഇട്ടില്ല, തൊട്ടിട്ടില്ല. ഓക്കെ ഗൈസ്, ബാ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ആക്ച്വലി ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു അല്ലേ ഫുഡാ. പകുതി എത്തിയപ്പോൾ എനിക്ക് ഒട്ടും പറ്റിയില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഒന്നും കഴിച്ചില്ല. രാവിലെ ഞങ്ങളൊരു ബന്നും
ഒരു ചായ തൊട്ടടുത്തൊരു ചായക്കടയിൽ ചായയും കുടിച്ചുകൊണ്ടാണ് വന്നത്. അതും ചായയും ഞാൻ കുടിച്ചില്ല, എനിക്ക് പേടിയായിരുന്നു. ഇനി വാഷ്റൂമിൽ വല്ലതും പോകാൻ തോന്നി പിന്നെ ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ എവിടെ പോവും, വേറെ നിവൃത്തിയൊന്നുമില്ല, സ്നഗ്ഗിയൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് മഴയത്ത് വരാനാണ് നല്ല, കുറച്ചുകൂടെ വൈബല്ലേ, പക്ഷേ കുറച്ച് റിസ്ക്കാണ്, റിസ്ക്കുമാണ്, അഡ്വഞ്ചറുമാണ്. യെസ്. പക്ഷെ വെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ടയേർഡാവും, വെയിലൊക്കെ അടിച്ച്. പക്ഷെ ഇത് ഞാൻ മറ്റേ സൺസ്ക്രീൻ മിസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് പാക്കിംഗ് ബാഗിൽ, ട്രക്കിംഗ് ബാഗിനകത്ത് കുറേ മിസ്റ്റ് അതൊക്കെ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അത് തന്നെ, അത് മാത്രമല്ല സൂര്യനെ കാണാനില്ല ഈ ഏരിയയിലൊന്നും. ഇപ്പം എത്ര മണിയാണ് ഫുഡ് അവിടെ? 9 മണിയായി ഗൈസ്. 9:30 നമ്മൾ അരമണിക്കൂറിൽ അങ്ങ് എത്തണം. പക്ഷെ ഇറങ്ങാൻ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. കയറാനായിരുന്നു കുറച്ച് കഠിനം. പിന്നെ എത്ര താഴെ മേഘമല്ല, കോടയാണ്, അതിൻ്റെ ദിവസം കൊക്കയാണ്. ഇതൊരു വല്ലാത്ത 1.5 എക്സ്പീരിയൻസ് ആയിപ്പോയി. സൂപ്പർ, ഭയങ്കര സൂപ്പർ കേട്ടോ. എനിക്ക് കോളേജിൽ നിന്ന് വന്നേക്കാളും എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ്. കുഞ്ഞു പിള്ളേരെ കൊണ്ടുവരാൻ സത്യം കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ കയറിയില്ല കേട്ടോ, അപ്പൂട്ട കയറിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പം തൊട്ട് ബാക്കിൽ ജീപ്പിൽ കൈക്കുഞ്ഞും അമ്മ എനിക്കൊന്ന് ചോറ് ഉണ്ണാണ്ട് വന്നേണെന്ന് തോന്നണ്. എന്നിട്ട് അവരെല്ലാവരും ട്രക്കിങ്ങിലോട്ട് വന്ന്. പക്ഷെ അങ്ങനെ വരാതിരിക്കണം നല്ലതാട്ടോ, പിള്ളേരെയും കൊണ്ട് നടക്കണ കേസല്ല. ഹെൽത്തി ആയിട്ടുള്ളവർ വേണം വരാൻ. അത് നീ എന്നെ ഉദ്ദേശിച്ചാണോ? അല്ല ഞാൻ പറഞ്ഞത്, പിന്നെ പ്രായ ആൾക്കാർ അങ്ങനെ വരാൻ പറ്റുന്നവർക്ക് വരാം. കുറച്ച് റിസ്ക് ആണ് ആ വണ്ടിയിലുള്ള യാത്ര എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ആ വണ്ടിയിലെ യാത്ര എന്നെ ബാധിച്ച് അത്രയും എൻ്റെ യൂട്രസിന് വെച്ചാൽ അടിവയറ്റിലായിരുന്നൊരു. നിങ്ങൾക്ക് എവിടെയാണ് ഇങ്ങനെ ചില സമയത്തുള്ള ഇപ്പം നമ്മളിങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഒരു വെയിറ്റ് അനുഭവപ്പെടണം? എവിടെയാണ് നിങ്ങൾക്ക്? തന്നെയല്ല, അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ. മാക്സിമം എല്ലാവരും അപ്പിയൊക്കെ ഇട്ടിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ അടിച്ച് കാലൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇനി പറഞ്ഞവർക്ക് ഇതായിരിക്കും. സാനിറ്റൈസർ ബാഗിനകത്തുണ്ട്. എൻ്റെ കല്ല കൊള്ളയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട, അത് പോണില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊന്മുടി പോയി ഞാൻ കൊളയിട്ട് എടുത്ത് കളഞ്ഞതാണ് എൻ്റെ കാലിൽ ഈ പാട്. ചൊറിച്ചില് എല്ലാ ദിവസവും എത്തുമ്പോ ബ്ലീഡിങ്ങോട് ബ്ലീഡിങ്. ഇതെങ്ങനെ ഇതുണ്ട്. ഇനി അടുത്ത് അപ്പു കൊണ്ടുപോകാൻ വെച്ചേക്കണം. ഞാൻ കാണിച്ചു തരാം. കാണിച്ചു വേണം പിന്നെ ഇതാ അപ്പു വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ചേക്കണം, അബിക്ക് കൊടുക്കാൻ. ഗായ്സ്, നമ്മളിതാ രാവിലെ ഇവിടെ നിന്നാണ് പോയത്. ഇതോ അവിടെ കണ്ട ജീപ്പ് ഇട്ടേക്കണം, അവിടെ നിന്നാണ് നമ്മൾ പോയത്. അയ്യോ, എവിടോ നല്ല പോനാ എന്നെ കൊളയട്ടെ തിന്നു. എൻ്റെ ഉള്ള രക്തവും പോയി. എൻ്റെ കാലിൽ അത്രയും മുറിച്ച് വെച്ചേക്കണം, കുറേ രക്തം പോയി. ഇപ്പം ഇതാ നമ്മൾ കഴിഞ്ഞ് ഇപ്പം എത്ര മണിയായി പൂട്ടാ? 11. നമ്മൾ 6 മണിക്ക് ഇവിടെ നിന്ന് പോയതാണേ. 11:30 ആയപ്പോഴത്തേക്കും കഴിഞ്ഞിങ്ങ് വന്ന്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് 6 മണിക്ക് ജീപ്പിൽ കയറി. നമ്മൾ 8 മണിയായപ്പോഴത്തേക്കും അവിടെ എത്തി. അതായത് നമുക്ക് നടന്ന് കയറാനുള്ള ട്രക്കിങ് ഇതൊക്കെ ജീപ്പിൽ സാഹസമൊക്കെ ആയിട്ട് നമ്മൾ ആ സ്പോട്ടിൽ എത്തി. എനിക്ക് കാലിലൊന്നി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരെണ്ണത്തിന് ഞാൻ അവിടെ വെള്ളം നല്ല വെള്ളച്ചാട്ടമുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് കാണിച്ചു. അത് കടിച്ച് കൂടെ ഇറുക്കി കടിച്ച് തോളിൽ കൂടെ കയ്യിലോ ഇതുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, തണുപ്പ്. ഓക്കെ, അപ്പം നമ്മൾ 6 മണിക്ക് ഇവിടെ നിന്ന് പോകും. നമ്മൾ 8 മണിയാകുമ്പോൾ അവിടെ എത്തും. 1.5 മണിക്കൂർ അവർ നമുക്ക് സമയം തരും. ഇനിയിപ്പോൾ റൂമിലോട്ടല്ലേ പോകണല്ലേ? 1.5 മണിക്കൂർ അവർ നമുക്ക് സമയം തരും പോകാൻ വേണ്ടി. അവിടെ നടന്ന് മുകളിൽ പോയി പീഠമൊക്കെ കണ്ടിട്ട്, സർവജ്ഞപീഠം എനിക്ക് അങ്ങനെ വായിലല്ല, സർവജ്ഞപീഠം കണ്ടിട്ട് നമുക്ക് തിരിച്ചിഞ്ഞ് വരാം. തിരിച്ച് വന്നിട്ട് 9:45 നമ്മൾ വണ്ടിയിൽ കയറി. ഇതാ ഇപ്പോൾ 9:45 10:45 നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. ഇവിടെ
കഴിക്കാൻ നല്ല ഹോട്ടലുകളൊന്നുമില്ലേ. ഇന്നലെ തന്നെ നമ്മളൊരു കൊള്ളില്ല വലിയ സുഖമൊന്നും ഇല്ലാത്തൊരു ഹോട്ടലിൽ പോയി അള്ളൂലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ രാവിലെയും ബന്നം കഴിച്ചുകൊണ്ട് വേണം. ഇപ്പോഴും നമ്മൾ ബന്ന് വാങ്ങിച്ച് ബന്നം കഴിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് പോണ വഴിക്ക് കഴിക്കാൻ വിചാരിച്ചു. സോ ഗൈസ് അങ്ങനെ നമ്മൾ റൂം എത്തിയേട്ടാ. അയ്യോ ആക്ച്വലി നൈസായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴേലും പോകാൻ പറ്റുമെങ്കിൽ പോകാൻ. സത്യം പറഞ്ഞാൽ ഞാനിതൊരു സോളോ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാം. എനിക്കൊരു സോളോ ട്രെക്കിങ് എനിക്കൊരാണ്. പക്ഷേ പോയി കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ്. എൻ്റെ സോളോ ട്രിപ്പുകൾ വിഷയം മാറ്റണേണ് ഗൈസ്. ഞാൻ സോളോ ട്രിപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഞാനിവിടെ വന്ന് അമ്പലത്തിൽ വന്ന് ഞാനിങ്ങനെ പോകാന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇയാളും പറഞ്ഞ് ഇയാളും വന്നു, ഇയാളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങ് ഇറങ്ങി. ഓക്കെ, ഇനിയിപ്പം ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ലതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നാണ് ഓഫ് കോഴ്സ് ഇഷ്ടപ്പെടും. എനിക്കിങ്ങനെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ആയിരുന്നു. എന്തായാലും ഒരു ഗോള് ചെയ്ത് തീർത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് നോക്കുക. രാവിലെ 6 മണിക്കാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ട്രെക്കിങ് തിരിച്ച് നമ്മളൊരു 11 മണിയാകുമ്പോൾ എത്തും. ഈ പെണ്ണും പിള്ളേരെ വാക്കിട്ട് 6 മണിക്കൊന്നും പോവല്ലേ ഗായ്സ്. 6 മണിക്കാ? എന്താ നമ്മൾ 7 മണിയാകുമ്പോഴേ തുടങ്ങുമോ? ശരിയൊക്കെ ഭ്രാന്ത്. 6 മണിക്കാണ് ട്രെക്കിങ്. 6 മണിക്കാണ് ജീപ്പ് വരണത്. എന്നിട്ട് എപ്പോഴും വേണോ അവിടെ ഉണ്ടോയെന്ന് തോന്നണം. പക്ഷെ 6 മണിക്ക് പോവുകയാണെങ്കിൽ വെയിലില്ലാതെ സമാധാനപരമായിട്ട് കണ്ടിട്ട് വരാം. മറ്റേ സർവ്വജ്ഞ പേരിൽ എപ്പോഴും തിരക്കായിരിക്കും. ആൾക്കാർ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പം നമുക്ക് സമാധാനമായിട്ട് കണ്ടിട്ട് വരാൻ ഏറ്റവും നല്ല സമയം അതാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ വരട്ടെ.